അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത് 2 ദിവസം കഴിട്ടാ. പിന്നെ ഫഹദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ കൂട്ടത്തിൽ ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത് 2 ദിവസം കഴിട്ടാ. പിന്നെ ഫഹദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ കൂട്ടത്തിൽ ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത് 2 ദിവസം കഴിട്ടാ. എടാ ഷാബാസ്, എങ്ങനെന്തേലും ഒന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ? ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ? എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? എടോ ഷാബാസേ, എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ? പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. എടാ ഷാബാസ്, എങ്ങനെന്തേലും ഒന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ? താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഷഹബാസിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഷഹബാസിൻ്റെ മരണത്തിന് ശേഷം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഗ്രൂപ്പ് വോയിസ് ചാറ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഇപ്പോൾ ഈ ഗ്രൂപ്പ് ചാറ്റുകളെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ 5 കുട്ടികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത്, അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്തുള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ കുട്ടികൾ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് തുടർ നടപടികൾ? വരദ, ഇപ്പൊ നിലവിൽ ഇന്നലെ 5 കുട്ടികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇനി ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിവാവേണ്ടതുണ്ട്. കാരണം കൂടുതൽ കുട്ടികൾ, അതായത് ഇത് നമ്മൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. അതായത് കുട്ടികൾ സംഘം ചേർന്നാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള സംശയത്തിൽ തന്നെയാണ് പോലീസും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെ കൃത്യമായി ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പോലീസിന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. രാത്രി ഇവരെ സ്റ്റേഷനിൽ ഇരുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇവരെ പാരന്റ്സിനെ വിളിച്ചു വരുത്തി ഇവരെ വീട്ടിലേക്ക് വിട്ടിട്ടുള്ളത്. ഇന്ന് വീണ്ടും ഈ കുട്ടികൾ തിരിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇന്നലെ ഈ ഘട്ടത്തിൽ ഷഹബാസ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അത്യാസന്ന നിലയിൽ തുടരുകയായിരുന്നു. ഇന്നലെ 12:30യോടുകൂടിയാണ് ഈ ഷഹബാസ് മരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിന്റെ ഗതി തന്നെ മാറുകയാണ്. കാരണം ആൾക്കൂട്ടമർദ്ദനം നടന്നിരുന്നുവെങ്കിൽ ഇപ്പൊ അതൊരു കൊലപാതകം കൂടിയായി മാറുകയാണ്. അപ്പോൾ തീർച്ചയായും പോലീസിന് കൂടുതൽ തെളിവുകൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇവരൊന്ന് ശേഖരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലെല്ലാം ശേഖരിച്ചു വരുമ്പോൾ കൂടുതൽ കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. എങ്കിലും ഈ ഇത്തരത്തിൽ ഒരു കുട്ടിയെ തന്റെ അതേ സെയിം ഏജിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി ഇത്തരത്തിൽ മർദ്ദനത്തിനിരയാക്കി കൊല്ലാനുള്ള ഒരു സാഹചര്യം, ഇത്തരത്തിലൊരു വൈരാഗ്യം ഈ കുട്ടികൾക്ക് എങ്ങനെ വന്നു, അതിനുള്ള സാഹചര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ വെളിവാകേണ്ടതുണ്ട്. കാരണം കുറെ കുട്ടികൾ ചേർന്നാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടി ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടി ആയിരുന്നില്ല. അപ്പൊ മനഃപൂർവ്വമാണ് ഈ കുട്ടിയെ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്നത്. കൂടാതെ തന്നെ ഇന്നലെ
എല്ലാം നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഞായറാഴ്ച നടന്ന ഈ പാർട്ടിയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചെറിയ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ വീണ്ടും ഈ വ്യാഴാഴ്ച വന്നതിന് ശേഷം ഇത്തരത്തിലൊരു തർക്കം ഉണ്ടാകാൻ എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാം ധാരണ. നമ്മൾ വാർത്തകൾ നൽകിയതും ആ ഒരു ധാരണയോട് കൂടി തന്നെയാണ്. പക്ഷേ ഈ ശബ്ദ സന്ദേശങ്ങൾ കൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അതുമാത്രമല്ല, മറ്റെന്തോ ഒരു പ്രശ്നം കൂടി, ഷഹബാസ് ഉൾപ്പെട്ട മറ്റെന്തോ ഒരു വിഷയം ഇവർക്കിടയിലുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു ക്രൂരകൃത്യം, അതായത് മർദ്ദനമായിരിക്കാം ആദ്യഘട്ടത്തിൽ ഇവരുടെ സ്ഥാനം വിളിച്ചു വരുത്തി കൂട്ടം ചേർന്ന് ഇവരെ മർദ്ദിക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ ലക്ഷ്യം. പിന്നീട് അതിനുശേഷം ഷഹബാസിന് കേട്ട അടിയുടെ ആ ഒരു അവസ്ഥ കൊണ്ടാവാം ഷഹബാസിന്റെ മരണം ഇപ്പോൾ സംഭവിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. വരദ. തീർച്ചയായിട്ടും ഈ ഓഡിയോ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ കേസില്ല എന്നൊക്കെ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് കൂട്ടത്തോടെ അടിച്ചു കൊല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് ഈ ഓഡിയോ സന്ദേശങ്ങളിൽ വ്യക്തമാണ്. ഈ ഓഡിയോ സന്ദേശങ്ങൾ കേസിന്റെ തുടർ നടപടികൾക്ക് വളരെ നിർണായകമായിരിക്കും അല്ലേ രമ്യ? തീർച്ചയായും. കാരണം പോലീസുമായി ബന്ധപ്പെട്ട അവർക്കും ഈ ഒരു കേസന്വേഷണത്തിൽ ഈ ഒരു വോയിസ് ക്ലിപ്പുകൾ വളരെ നിർണായകം തന്നെ ആയിരിക്കും. കാരണം കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടികളിൽ നിന്നും, കാരണം ഇത്തരത്തിൽ ഈ വിളിച്ചു വരുത്തി ഇത്തരം ഒരു അക്രമം നടത്താൻ എന്താണ് അവർക്കുള്ള മോട്ടീവ് എന്നുള്ള ഉൾപ്പെടെ പോലീസിന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിന് തന്നെ ഈ ഒരു ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസിനെ സഹായിക്കും. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കുട്ടികൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ ഇതിൽ നിന്നും വ്യക്തമാകും. വരദ. ശരി. കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇന്നലെ രാത്രി 12:30യോടെയാണ് ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു ഷഹബാസ് മരിച്ചത്. ഏറ്റുമുട്ടലിന് ശേഷം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങൾ ആണ്, ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് പ്രേക്ഷകർ കേൾക്കുന്നത്. പിന്നെ ഫഹദേ, ഞാൻ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചത്, നാഫീനല്ല വെച്ചത്. 2 ദിവസം കേട്ടാ ഷഹബാസ് എങ്ങനെന്തേലും പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ? എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ, എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എംജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്കുക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ.